ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഉരുളക്കിഴങ്ങും ബ്രെഡും കൊണ്ടൊരു ചായക്കടി ഉണ്ടാക്കിയാലോ? നല്ല ടേസ്റ്റിയായ ഒരു ചായക്കടിയാണ്. നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതെന്ത് ചെയ്യാം? നല്ലോണം അടച്ചെടുക്കാം. നല്ലോണം അടച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് മസാലപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയെല്ലാം പേസ്റ്റാക്കിയത്, കുറച്ച് മഞ്ഞൾപ്പൊടിയും ചിക്കൻ പീസും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചിക്കൻ പൊരിച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കിയതാണ്. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലോണം കുഴച്ചെടുക്കാം. നല്ല രീതിയിൽ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കെന്ത് ചെയ്യാം? ഇതിലേക്ക് റൊട്ടിപ്പൊടി ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്കൊരു 3-4 റൊട്ടി എടുത്തിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്കൊരു ബൗളെടുത്ത് അതിലേക്ക് കുറച്ച് മൈദപ്പൊടിയും 1 സ്പൂണോളം കോൺഫ്ലവറും കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് നമുക്ക് നല്ലൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഇനിയാണ് നമ്മൾ മെയിൻ താരമായ ബ്രെഡ് എടുക്കേണ്ടത്. ഇവിടെ 4 പീസോളം ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്കത് എന്ത് ചെയ്യാം? ഓരോ ബ്രെഡ് എടുത്തിട്ടും അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ മസാലയില്ലേ, അതെന്ത് ചെയ്യാം? റൊട്ടിയുടെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ബാക്കി വരുന്ന ബ്രെഡിലും കൂടി ചെയ്തെടുക്കാം. ഇങ്ങനെ ബ്രെഡിലെല്ലാം ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതെന്ത് ചെയ്യാം? 4 പീസാക്കിയിട്ട് കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഓരോന്നും നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്ററില്ലേ, മൈദയുടെ ബാറ്റർ, അതിൽ മുക്കിയെടുക്കാം. അതിൽ മുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമുക്ക് പൊടിച്ചു വെച്ച ബ്രെഡിലും കൂടി അതൊന്ന് മുക്കിയെടുത്തിട്ട് എല്ലാ ഭാഗത്തും ബ്രെഡ് പൊടിയും കൂടി ആക്കി കൊടുക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇനി നമുക്കിതെന്ത് ചെയ്യാം? ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിലും കൂടി ചേർത്തെടുക്കാം. ഇത് ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം നമുക്കിത് ഓരോന്നും ഇട്ട് പൊരിച്ചെടുക്കാം. ഇത് ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് സാധാരണ മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കലില്ല, അതുപോലെ ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ അടുത്ത ഭാഗം മറിച്ചിട്ടാൽ എന്നിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങും ബ്രെഡും കൊണ്ടുണ്ടാക്കിയ സ്നാക്സ് ഇവിടെ റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിനെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.